പ്രിയമുള്ളവരെ, അതിഥി തൊഴിലാളിയാണ്. പാരപ്പള്ളിയിൽ നടന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഇയാൾ ഉള്ളത് പാരപ്പള്ളി മെഡിക്കൽ കോളേജിലാണ്. അതായത് ബസ് കാത്ത് നിന്ന ഒരു പാവം സ്ത്രീ മൊബൈൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇയാൾ മൊബൈൽ തട്ടിപ്പറിച്ച് ഒരു ഓട്ടം. അങ്ങനെ ഓട്ടോറിക്ഷ തൊഴിലാളികളെല്ലാം കൂടി ഇയാളുടെ പിറക്കെ വിട്ടു. ഒടുവിൽ ഇയാളെ പിടിച്ചപ്പോഴോ ഓട്ടോറിക്ഷ തൊഴിലാളികളെ മുഴുവൻ ഇയാൾ കയ്യിലിരുന്ന ബ്ലേഡ് ഉപയോഗിച്ച് ഓരോ ചെറിയ മുറിവ് വരുത്തി. ശരീരത്തിൻ്റെ പല ഭാഗത്തും മുറിവ് വരുത്തിയ ആൾക്കാർ പോലും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇതുപോലെ ബ്ലേഡ് കൊണ്ട് മുറിവ് വരുത്തിയതിന് ശേഷം ഇയാൾ വീണ്ടും ഓടി. അങ്ങനെ ആളുകളെല്ലാം കൂടെ പോയി പിടിച്ചു. ഇയാളെ പോലീസിന് കൈമാറി. അപ്പോൾ ഇയാളെ പിടിച്ചപ്പോൾ ഇയാൾ സ്വയം തന്നെ ഇയാളുടെ കയ്യിലും കാലിലുമൊക്കെ ഇയാൾ സ്വയം ബ്ലേഡ് വെച്ച് മുറിവുണ്ടാക്കി. അയാൾ രക്ഷപ്പെടാൻ ഒരു മാർഗം നോക്കി, പക്ഷേ നടന്നില്ല. എന്തായാലും ഇപ്പോൾ ഈ അടുത്ത സമയത്ത് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതുപോലൊരു സംഭവം നടന്നു. മൊബൈൽ മോഷ്ടിച്ച് കടന്നു കളഞ്ഞ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ 3 ദിവസത്തിന് ശേഷം ആ സ്ത്രീകൾ തിരിച്ചറിയുകയും ഒടുവിൽ അയാളെ പിടിച്ച് പോലീസിന് കൈമാറുകയും ചെയ്ത ഒരു സംഭവം നടന്നിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിരവധി കേസുകളാണ് ഈ ബംഗാളികളുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ തിരിച്ചറിയാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകണം. അതുപോലെ തന്നെ ഇവന്മാരിവിടെ കൊണ്ടുവരുന്ന ഏജൻറ്റുമാരുണ്ട്. ഇവന്മാരുടെ ബയോഡാറ്റ ഫുള്ളായിട്ട് എടുത്ത് ഇവന്മാർ അവിടെ എന്തെങ്കിലും പ്രശ്നത്തിലോ കേസിലോ പെട്ടവരാണോ എന്ന് മനസ്സിലാക്കി ഇവിടെ വന്ന് ഇവന്മാരുടെ സ്വഭാവം വീക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ഇവിടെ ഇവന്മാരെ കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ കുഴപ്പത്തിലേക്ക് ഈ നാടിനെ തന്നെ ഇവന്മാർ കുട്ടിച്ചോറാക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതുപോലുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിശേഷങ്ങളൊക്കെ അപ്പോഴപ്പോഴറിയാൻ ഞങ്ങളുടെ ഈ ചെറിയ ചാനലായ അയൂർ ടു ഒയൂർ നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.